ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ജേണൽ എൻട്രി എഴുതുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. ആദ്യ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ജേണലൈസ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് സാം. ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് in the books of Sam. 2005 January 1st, Sam commenced business with cash rupees 15,000. Sam commenced business with rupees 15,000. 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് സാം പുതിയൊരു ബിസിനസ് ആരംഭിച്ചു. അപ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചു. there are two-fold aspects. രണ്ട് ആസ്പെക്റ്റുകളാണുള്ളത്. അതിൻ്റെ അകത്ത് ഒരെണ്ണം ഡെബിറ്റ് ആണെങ്കിൽ മറ്റത് ക്രെഡിറ്റ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് ദി റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദി ഗിവർ, ഡെബിറ്റ് ഓൾ ദി എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. ഇങ്ങനെയുള്ള റൂൾസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഈ ജേണൽ എൻട്രി ഇതെങ്ങനെയാണ് ജേണലൈസ് ചെയ്തെന്ന് നോക്കാം. സാം കമൻസ്ഡ്. അപ്പം ബിസിനസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റലാണ്. അപ്പോൾ ഒരെണ്ണം ക്യാപിറ്റലും അടുത്തത് എന്താണ്, ക്യാഷും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ജേണലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് ഇങ്ങോട്ട് വരുന്നു, അത് ക്യാപിറ്റലായിട്ടാണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ നരേഷൻ എഴുതണം. സാം കമൻസ്ഡ് ബിസിനസ് വിത്ത് rupees 15,000. Sam commenced the business with rupees 15,000. Then next journal entry, അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് ഇൻ ടു ബാങ്ക്. പെയ്ഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിൽ ക്യാഷ് അടച്ചു. അപ്പോൾ എല്ലായിടത്തും ടു ഫോൾഡ് ആസ്പെക്റ്റ് ഉണ്ട്. ഇവിടെ എന്താണ്, ഫസ്റ്റ് വൺ ഈസ് ബാങ്ക്, ഒരെണ്ണം ബാങ്കും ദി അതർ വൺ ക്യാഷ്. അപ്പോൾ ബാങ്കിലേക്ക് പൈസ അടച്ചു. അപ്പോൾ ഓഫീസിൽ നിന്ന് ബാങ്കിലേക്കാണ് ക്യാഷ് പോകുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ഇത് ട്രാൻസാക്ഷൻ. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ അടുത്തത് January 5th, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കൃഷ്ണ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കൃഷ്ണ. സോ ഇവിടെ കൃഷ്ണയുടെ പേര് പറഞ്ഞിരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ ക്രെഡിറ്റ് പർച്ചേസ്. കൃഷ്ണയുടെ പേര് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്താണ്, ദാറ്റ് ഈസ് എ ക്രെഡിറ്റ് പർച്ചേസ്. അപ്പോൾ നമ്മൾ കൃഷ്ണയിൽ നിന്നും സ്റ്റോക്ക് വാങ്ങിച്ചു. അപ്പോൾ രണ്ട് ആസ്പെക്റ്റുകൾ, പർച്ചേസും ഒന്ന് കൃഷ്ണയുമാണ്. അപ്പോൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മളത് ഡെബിറ്റ് ചെയ്യണം അല്ലേ. ദെൻ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു കൃഷ്ണാസ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു കൃഷ്ണാസ് അക്കൗണ്ട്. ദെൻ നരേഷൻ എങ്ങനെ എഴുതണം, എമൗണ്ട് എത്രയാണ് അതിൻ്റെ 1,500. നരേഷൻ എഴുതുന്നത് എങ്ങനെയാണ്, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം കൃഷ്ണ ഓൺ ക്രെഡിറ്റ്. അങ്ങനെ നരേഷൻ എഴുതണം. ദ നെക്സ്റ്റ് വൺ 7th January, സോൾഡ് ഗുഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ്. അപ്പോൾ ജോണിന് ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോക്ക് കൊടുത്തു. അപ്പോൾ പർച്ചേസ് നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെയിൽസ് എന്ത് ചെയ്യണം, അത് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ ആർക്കാണ് വിറ്റത്, സോൾഡ് ഗുഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ് rupees 400. 400 രൂപയുടെ പ്രോഡക്റ്റ് ജോണിന് കടമായിട്ട് വിറ്റു. അപ്പോൾ ജോണാണ് ഇവിടെ റിസീവർ, കൈപ്പറ്റുന്ന ആൾ ജോൺ ആയതുകൊണ്ട് ജോൺസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. എങ്ങനെ പറയണം, ജോൺസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. എന്നിട്ട് നരേഷൻ എങ്ങനെ എഴുതണം, സോൾഡ് ഗുഡ്സ് ടു ജോൺ വർത്ത് rupees 400. സോൾഡ് ഗുഡ്സ് ടു ജോൺ ഓൺ ക്രെഡിറ്റ് വർത്ത് rupees 400. അതുപോലെ അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്, 10th January, 10ാം തീയതി റിട്ടേൺഡ് ഗുഡ്സ് ടു കൃഷ്ണ rupees 350. റിട്ടേൺഡ് ഗുഡ്സ് ടു കൃഷ്ണ. കൃഷ്ണയ്ക്ക് നമ്മൾ സ്റ്റോക്ക് തിരിച്ചയച്ചു കൊടുത്തു. അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് തിരിച്ചയച്ചു കൊടുക്കണമെങ്കിൽ എങ്ങനെയാണ്, ദാറ്റ് ഈസ് എ പർച്ചേസ് റിട്ടേൺ. നമ്മൾ വാങ്ങിയ സാധനമേ തിരിച്ചയക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് ആർക്കാണ് കിട്ടുന്നത്, നമ്മൾ തിരിച്ചയക്കുന്നത്
കൃഷ്ണയ്ക്കാണ് കിട്ടുന്നത്. സോ കൃഷ്ണാസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ. കൃഷ്ണാസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് റിട്ടേൺ. അപ്പോൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിച്ച സാധനം തിരിച്ചയച്ചു കൊടുക്കുന്നതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്യണം. അത് കൈപ്പറ്റുന്ന ആൾ കൃഷ്ണ ആയതുകൊണ്ട് ആ ഡെബിറ്റ് ദി റിസീവർ, കൈപ്പറ്റുന്ന ആൾ ഡെബിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് കൃഷ്ണയെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 13th January പർച്ചേസ്ഡ് മെഷീൻ ഫ്രം വോൾട്ടാസ് ലിമിറ്റഡ് ₹2500. 2500 രൂപയുടെ മെഷീൻ എവിടെ നിന്ന് വാങ്ങിച്ചു? വോൾട്ടാസിൽ നിന്ന് വാങ്ങിച്ചു. വോൾട്ടാസ് ലിമിറ്റഡിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ മെഷീൻ വാങ്ങിച്ചുകൊണ്ടത് അത് പർച്ചേസ് അക്കൗണ്ട് അല്ല, ദാറ്റ് ഈസ് മെഷീനറി അക്കൗണ്ടാണ്. പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതരുത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യാതെ തന്നെ നമ്മുടെ പർച്ചേസിൽ എമൗണ്ട് കൂടിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? മെഷീനറി അക്കൗണ്ട് എന്ന് എഴുതണം. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു വോൾട്ടാസ് ലിമിറ്റഡ് അക്കൗണ്ട്. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു വോൾട്ടാസ് ലിമിറ്റഡ് അക്കൗണ്ട്. എമൗണ്ട് അതിൻ്റെ നേരെ എഴുതണം, 2 കോളത്തിൽ എഴുതണം, 2500 വീതം എഴുതണം. എന്നിട്ട് പർച്ചേസ്ഡ് മെഷീൻ ഫ്രം വോൾട്ടാസ് ഓൺ ക്രെഡിറ്റ്. ദ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 15th January ജോൺ റിട്ടേൺഡ് ഗുഡ്സ് വർത്ത് ₹150. 150 രൂപയുടെ സ്റ്റോക്ക് ജോൺ അയച്ചു. ജോൺ അയച്ചെന്ന് പറയുമ്പോഴത്തേന് എന്താണ്? സെയിൽസ് റിട്ടേൺ ആണ്. നമ്മൾ വിറ്റ സാധനം ജോൺ നമുക്ക് തിരിച്ചയച്ചു തന്നു. സോ ദാറ്റ് ഈസ് എ സെയിൽസ് റിട്ടേൺ. അപ്പോൾ നമ്മൾ ആ വിറ്റ സാധനം തിരിച്ചു കിട്ടുകയാണ്. എങ്ങനെ എൻട്രി എഴുതണം? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു ജോൺസ് അക്കൗണ്ട്. നരേഷൻ എഴുതുമ്പോൾ സെയിൽസ് റിട്ടേൺ റിസീവ്ഡ് ഫ്രം ജോൺ വർത്ത് ₹150. ദെൻ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 17th January പെയ്ഡ് ഫോർ റിപ്പയറിംഗ് മെഷീൻ. പെയ്ഡ് ഫോർ റിപ്പയറിംഗ് മെഷീൻ വർത്ത് ₹75. 75 രൂപ റിപ്പയറിംഗ് ചാർജസ് കൊടുത്തു. റിപ്പയറിംഗ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. ദാറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ത് ചെയ്യണം? എക്സ്പെൻസ് ഷുഡ് ബി ഡെബിറ്റഡ്. ഓൾ ദി എക്സ്പെൻസസ് ഷുഡ് ബി ഡെബിറ്റഡ്. എല്ലാ തരത്തിലുള്ള എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് റിപ്പയറിംഗ് ചാർജ് അത് ഡെബിറ്റ് ചെയ്യണം. സോ റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ റിപ്പയറിംഗ് ചാർജ് എങ്ങനെയാണ് കൊടുത്തത്? ടു ക്യാഷ്. ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. നരേഷൻ പെയ്ഡ് റിപ്പയറിംഗ് ചാർജസ്. എമൗണ്ടിൻ്റെ കോളത്തിൽ എമൗണ്ട് എഴുതുക. ദ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ 19th January റിസീവ്ഡ് ക്യാഷ് ഫ്രം ജോൺ ഓൺ അക്കൗണ്ട്. ജോണിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടാനുള്ള പണം കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിസീവ്ഡ് ക്യാഷ് ഫ്രം ജോൺ ഓൺ അക്കൗണ്ട്. അപ്പോൾ ക്യാഷാണ് കിട്ടിയത്. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ജോൺസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ജോൺസ് അക്കൗണ്ട്. നരേഷൻ എഴുതുമ്പോൾ റിസീവ്ഡ് ക്യാഷ് ഫ്രം ജോൺ ഓൺ അക്കൗണ്ട്. എമൗണ്ടിൻ്റെ കോളത്തിൽ എമൗണ്ട് എഴുതുക. റിസീവ് ചെയ്തത് ₹200 ആണ്. 200 രൂപ 2 കോളത്തിൽ എഴുതണം. ദെൻ 22nd January ബോട്ട് ഗുഡ്സ് ഫ്രം രാജൻ ഫോർ ക്യാഷ്. ബോട്ട് ഗുഡ്സ് ഫ്രം രാജൻ ഫോർ ക്യാഷ് ₹750. 750 രൂപയുടെ സ്റ്റോക്ക് രാജനോട് നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. ദാറ്റ് ഇസ് എ ക്യാഷ് പർച്ചേസ്. അപ്പോൾ ബോട്ട് എന്ന് പറയുമ്പോൾ അത് പർച്ചേസ് ആണ്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എങ്ങനെ എഴുതണം? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ രാജൻ്റെ പേര് മെൻഷൻ ചെയ്യേണ്ട. കാരണം എന്താണ്? ദാറ്റ് ഇസ് എ ക്യാഷ് പർച്ചേസ്.